കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ റൂം ടൂർ, അതായത് നമ്മുടെ സ്റ്റുഡിയോ/റൂം അതിൻ്റെ ഒരു സെറ്റപ്പ് ടൂറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന വീഡിയോസ് അതൊക്കെ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അത് ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂം തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോ. സോ അതിൽ എക്യുപ്മെൻറ്റ്സ്, കാര്യങ്ങൾ, അതിൻ്റെ ഫുൾ സെറ്റപ്പ് എങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. ഇതൊരു സ്റ്റുഡിയോ/റൂം ടൂർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ നോർമൽ വീഡിയോസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് ചെയ്യുന്ന പോലെ എവിടെയെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇതിനെ ഒരു വ്ളോഗ് എന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡോറ്, 2ാം നിലയിലാണ് എൻ്റെ റൂം. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ ഇതാണ് നമ്മൾ കാണുന്ന സെറ്റപ്പ്. ആദ്യം നമുക്കുള്ളത് ഒരു ഡെസ്ക് സെറ്റപ്പാണ്. ഇത് നമ്മുടെ മെയിൻ എഡിറ്റിംഗ് കം വർക്ക് ടേബിളാണിത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളുടെ റൂമിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാം. സോ അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എൻ്റെ ബെഡ്റൂം തന്നെയാണ് എൻ്റെ സ്റ്റുഡിയോ. സോ അതുകൊണ്ട് ഇവിടെ എൻ്റെ ബെഡ് കാണാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡെസ്കിൽ നിന്ന് തുടങ്ങാം. ഡെസ്ക് ഇത് ErgoYou എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡെസ്ക്കാണ്. ഇത് നമുക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെസ്ക്കാണ്. സോ ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൽ മെമ്മറി സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റ് സ്റ്റാൻഡ് ഡെസ്ക്കാണ് ഈ ഒരു ഡെസ്ക് എന്ന് പറയുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഡെസ്ക്കാണിത്. ഇനി ഈ ഡെസ്കിൽ ഇതിൻ്റെ വർക്ക് മെഷീൻ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ M2 Pro MacBook Pro ആണ്. ഇത് 14-inch ബേസ് മോഡൽ MacBook Pro ആണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഫുൾ വർക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിലിരിക്കുന്നത് SSD ആണ്. സാംസങ്ങിൻ്റെ T7 എന്ന് പറയുന്ന SSD ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു SSD ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഫേസ് റിവീൽ വീഡിയോസിലെല്ലാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ട് ഈ ലൈറ്റ്സ് ഒക്കെ. അവിടെയുള്ള ലൈറ്റ്സും ഈ ലൈറ്റും ഇത് ഒരു ടേബിൾ ലാമ്പാണ്. ഇതിൽ ഒരു ലൈറ്റ്, മൾട്ടി കളർ ലൈറ്റ്, RGB ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ചാർജർ, ഇത് യൂണിജൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 3-in-1 ചാർജറാണ്. അതായത് ഇതിൽ നമുക്ക് നമ്മുടെ ഐഫോൺ ചാർജ് ചെയ്യാം, ഇവിടെ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാം, ബാക്കിൽ നമ്മുടെ എയർപോഡ്സും ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നത് സെൻഹൈസർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വയേർഡ് ഹെഡ്ഫോണാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണാണ് ഇത്. പിന്നെ ഈ ഇരിക്കുന്ന 2 കേസുകളാണ്. അതിന് മുകളിൽ നമ്മളുടെ എയർപോർട്സ് ഇരിപ്പുണ്ട്. ഇത് 2 SD കാർഡാണ്. നമ്മളുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന SD കാർഡാണ്. ഇത് ഒരു ലെതറാണ്. ഈ ലെതർ ഉപയോഗിച്ച് നമ്മൾ ഐഫോണൊക്കെ തുടക്കുകയും അതുപോലെ ഡിസ്പ്ലേ, ക്യാമറ എല്ലാം തുടയ്ക്കുന്ന ആ ലെതർ ഉപയോഗിച്ചാണ്. ഇത് നമ്മുടെ മോണിറ്ററാണ്. മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ BenQൻ്റെ ഒരു മോണിറ്ററാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊരു ഡീറ്റെയിൽ വീഡിയോ. അടിപൊളി മോണിറ്ററാണ്. 4K മോണിറ്ററാണ്. 27-inch മോണിറ്ററാണ്. അതിൻ്റെ തന്നെ BenQൻ്റെ തന്നെ ഒരു ലൈറ്റ് ബാർ ആണ് നിങ്ങൾ ഈ മേളിൽ കാണുന്നത്. ഈ ലൈറ്റ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണാം. ലൈറ്റ് ബാർ ഇതാകുമ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഫ്ലിക്കറിംഗ് ഫ്രീ ലൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കീസൊക്കെ കാണാൻ അടിപൊളിയാണ്. കാരണം ഈ ഉപയോഗിക്കുന്ന കീബോർഡ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സ്വന്തം കീബോർഡാണ്. ആപ്പിളിൻ്റെ മാജിക് കീബോർഡാണിത്. മാജിക് കീബോർഡ് നിങ്ങൾക്ക് ആ ലോഗോ ഒക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇത് വയർലെസ് കീബോർഡാണ്. ഇത് നമ്മുടെ മാക്കുമായിട്ട് സിങ്ക് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ മൗസാണ്. ഇത് ലോജിടെക്കിൻ്റെ വയർലെസ് മൗസാണ്. ഇത് ആപ്പിളുമായിട്ട് കോമ്പാക്റ്റബിൾ ആണ്. അതായത് മാക്കുമായിട്ട് കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മൗസാണ്. കാരണം നോർമലി എല്ലാ വയർലെസ് മൗസും വരുന്നത് അതിനൊരു USB ട്രാൻസ്മിറ്റർ കാണും. അതൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ ആവശ്യമില്ല. ബിൽറ്റിൻ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്കോ അതുപോലുള്ള എല്ലാ ലാപ്ടോപ്സിലും കണക്ട് ചെയ്യാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൗസാണ്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് 2 എക്സ്ട്രാ ബട്ടൺസ് കാണാം. അത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ലോജിക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് അത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈനൽ കട്ടിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. സോ അത് ഉപയോഗിച്ച് നമുക്ക് ഓരോ ടൂളുകൾ കാര്യങ്ങളൊക്കെ അതിൽ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ മണിക്കൂറുകൾ നമ്മളെ കൈ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാഡാണ്. ഇതൊരു ബ്രാൻഡിൻ്റെ ആണ്. അടിപൊളി ബ്രാൻഡിൻ്റെ പാഡാണ്. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് ചെയ്തേക്കാം. പിന്നെ ഈ കാണുന്ന USB Type-C കേബിളാണ്. ഇത് പിതാക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ USB കേബിളാണ്. സോ പെട്ടെന്ന് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കേബിൾ മതി എന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ കാണുന്നത് ഈ ലൈറ്റ് ബാറിൻ്റെ കൺട്രോളറാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ ഐഫോണാണ്. ഇത് നമ്മുടെ 15 Pro അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഇരിക്കുന്നത് നൊമാഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വയർലെസ് ചാർജിങ് സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു നിങ്ങൾ ഇത് താഴെ പോയതിൻ്റെ ഒച്ചയാണ് കേട്ടത്. ഇത് ബാങ്ക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കേസാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഇഷ്ടംപോലെ ആക്സസറീസിൻ്റെ റിവ്യൂ വരാനുണ്ട്. സോ ഇപ്പം ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് വീഡിയോസ് ഒന്നും വരാത്തത്. പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലാണ്. ഇത് നമ്മുടെ AC-യുടെ റിമോട്ട്. മേളിലാണ് AC. സോ ഇവിടെ കാണാം. സോ AC-യുടെ റിമോട്ടാണ് ആ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡെസ്ക് സെറ്റപ്പിലുള്ളത്. ഡെസ്ക് സെറ്റപ്പിനെ പറ്റി പറയുമ്പം ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് നമ്മളുടെ ചെയറാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ താരം എന്ന് പറയുന്നത്. കാരണം ഇത്
സ്ലീപ്പ് കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചെയറാണ്. നിങ്ങൾക്കിവിടെ കാണാം സ്ലീപ്പ് കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചെയറാണ്. സോ ഇത് ഒരു അടിപൊളി ചെയറാണ്. ഞാൻ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഈ ഒരു ചെയറാണ് യൂസ് ചെയ്യുന്നത്. ചെയർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മളുടെ സൈഡിലുള്ള കബോർഡാണ്. ഈ ഒരു കബോർഡ് നിങ്ങൾ ഫേസ് റിവ്യൂ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേ ബട്ടൺ ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം ഇരിക്കുന്ന ഈ ഒരു കബോർഡിനകത്താണ്. ഇതൊരു നോർമൽ കബോർഡായിരുന്നു. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് പിടിപ്പിച്ചു, 2 ലൈറ്റ് താഴെ മുകളിലും നമുക്ക് 2 ലൈറ്റ് പിടിപ്പിച്ചിട്ടാണ് ഈ ഒരു ലൈറ്റ് സെറ്റപ്പ് ആക്കിയത്. സോ ഇത് നോർമൽ കബോർഡായിരുന്നു, അത് ഡ്രില്ല് ചെയ്ത് ലൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കിയത്. ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ ബട്ടൺ, സൈഡിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ചീട്ടാണ്, യൂട്യൂബിൻ്റെ ചീട്ട്. എപ്പോഴെങ്കിലും ചീട്ട് കളിക്കാൻ പഠിക്കുന്ന സമയത്ത് ചീട്ട് കളിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് നമ്മളുടെ ഒരു ഫേക്ക് പ്ലാന്റ് ആണ്. താഴെ ഉള്ളത് ഇതാണ് നമ്മളുടെ ലോകം, മെയിൻ ലോകം. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തതും നമ്മളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ആപ്പിൾ ഡിവൈസുകളുടെ എല്ലാത്തിൻ്റെയും ബോക്സ് ഉണ്ട്. ഇതിൽ മിക്കതും 3/4 പ്രോഡക്റ്റുകളും നമ്മൾ തന്നെയാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കേസും നമ്മുടെ ഏറ്റവും ആദ്യത്തെ iPhone 4ൻ്റെ ബോക്സാണ് കാണുന്നത്. SE, 10s അങ്ങനെ എല്ലാ ഡിവൈസുകളും ഉണ്ട്. 14 Pro, 15 Pro, ആപ്പിൾ TV, 12 mini ഇങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ താഴെ 2 ഡ്രോയർ ഉണ്ട്. ഇതിൽ നമ്മുടെ കുറച്ച് അൽഗുലിത്ത് സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. കാണാം നിങ്ങൾക്ക്. പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കുറച്ച് SSD ഹാർഡ് ഡ്രൈവുകൾ, പിന്നെ നമ്മളുടെ മാക്സേഫ് ആക്സസറീസ്, വാച്ചിൻ്റെ ബാൻഡ്, ആപ്പിൾ പെൻസിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചേക്കുവാണ്. താഴത്തെ ഈ ഒരു ഡ്രോയിൽ പെട്ടെന്ന് ഇപ്പം 15-14 ഡിവൈസുകൾക്ക് വേണ്ട കുറച്ച് ആക്സസറീസ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ, അതോടൊപ്പം വാങ്ങിയ പ്രോഡക്റ്റുകളുടെയൊക്കെ മിച്ചമുള്ള ബോക്സുകൾ. ആൻഡ് ഇത് ഒരു എപ്പിക് ക്യാമറയാണ്, ഫസ്റ്റ് ജനറേഷൻ 5D, ഏറ്റവും ആദ്യത്തെ 5D ക്യാമറയാണിത്, കാനോൺ 5D. ആ ഒരു ക്യാമറ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം കാരണം എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. കബോർഡ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ബെഡ്റൂമാണ്, അതുകൊണ്ട് തന്നെ ആ കാണുന്നത് ബാത്റൂമാണ്, റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം, അതിലേക്കുള്ള ഡോറാണ് ആ കാണുന്നത്. പിന്നെ ഉള്ളതാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഡെസ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓവർ ഹെഡ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫേസ് റിവീൽ വീഡിയോസിൽ ഞാൻ കൈവച്ച് നമ്മളുടെ മാക്കും കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുന്ന ആ ടേബിളാണിത്. സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പം ഫേസ് റിവീൽ വീഡിയോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു മാറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓവർ ഹെഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ iPad mini 6th ജനറേഷൻ. ആൻഡ് ഇത് ഇപ്പം നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ അധികം മാക്സേഫ് വാളറ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത് കേസോളജി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. നമുക്കൊരു ഏകദേശം 2 കാർഡ്, 3 കാർഡ് കഷ്ടിയിരിക്കും, പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പക്ഷേ 2 കാർഡ് നമുക്ക് മാക്സിമം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിലാണ് എൻ്റെ iPad, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്ത് iPad വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അതിനകത്താണ്. പിന്നെ ഇത് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളമായി നമ്മൾ ഈ ഒരു TV സെറ്റപ്പ് ചെയ്തിട്ട്. ഇത് 43 ഇഞ്ചിൻ്റെ TCL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ TV ആണ്. സോ അത് ഇരുന്ന് കാണാൻ ഞാൻ വാങ്ങിയ ഒരു ബീൻ ബാഗാണിത്. അതിവിടെ ഇങ്ങനെ കാണാം. അത് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത് സൈഡിലേക്ക് അങ്ങോട്ട് വെക്കും. അല്ലാത്ത സമയത്ത് അത് പരിപാടി കഴിയുമ്പോൾ നമ്മളിവിടെ എടുത്തിടും. എന്നിട്ട് സുഖമായിട്ടിരുന്ന് നമ്മളുടെ TV നമ്മൾ ആസ്വദിക്കും. പിന്നെ ഇവിടെ 2 വിൻഡോ ഉണ്ട് ഈ റൂമിൽ. സോ ഈ കാണുന്നതാണ് ഒരു വിൻഡോ, പിന്നെ ഇത് മറ്റൊരു വിൻഡോ. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് മേളിൽ വിരിച്ചേക്കുന്നത് എന്നുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോ കർട്ടൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വെട്ടം കയറും. സോ ആ ഒരു വെട്ടം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, കാരണം റൂമിൽ അനാവശ്യമായിട്ടുള്ള വെട്ടം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. സോ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഒരു കർട്ടൺ ഉണ്ട്, അത് യൂസ് ചെയ്തേക്കാണ്. 2 ഇതിലും അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റ്സിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നത്. എന്തായാലും ഞാൻ റൂമിലെ ലൈറ്റ് ഒന്നിടാം. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൂമിൻ്റെ എൻറ്റയർ സെറ്റപ്പ്, അല്ലെങ്കിൽ ആ ഒരു കളർ പാറ്റേൺ ഒക്കെ പറയുന്നത്. ഒരു ബോളിൽ മാത്രം ഒരു ബ്ലൂ കളർ, ബാക്കി എല്ലാ ബോളിലും ഓറഞ്ച് കളറാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് റൂമിൻ്റെ സെറ്റപ്പ്. സോ ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് നമ്മളുടെ വീഡിയോസിനെ എല്ലാം ലൈറ്റപ്പ് ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു ലൈറ്റാണ്. ആപ്രച്ചറിൻ്റെ ലൈറ്റ് ഡോം SE ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്രച്ചറിൻ്റെ 100D അമറൈൻ 100D ആണ് നമ്മൾ ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിരിക്കുന്നത് നമ്മളൊരു സ്റ്റാൻഡിലാണ്, മറ്റൊരു സ്റ്റാൻഡ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് ചെറിയ റീൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ആൻഡ് ഇതാണ് നമ്മളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പിലേക്ക് പോകുന്ന വഴി നിങ്ങൾ ഈ കാണുന്ന സംഭവമാണ്. നമ്മൾ നിലവിൽ നമ്മുടെ ചാനലിൽ ഇപ്പം കറൻ്റ്ലി ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഡിവൈസുകളും, പുതുതായിട്ട് കുറേ അധികം ആക്സസറീസ് പല ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അത്യാവശ്യം പെട്ടെന്ന് നമ്മളിപ്പം കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിവൈസുകളും യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ബോക്സിനകത്താണ്. ആൻഡ് ഇത് ഏറ്റവും റീസെൻ്റ്ലി വന്ന പല ബ്രാൻഡുകളുടെയും പ്രോഡക്റ്റുകളാണ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി. ഈ TV വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഡാംബ്രോ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയ ഒരു TV യൂണിറ്റാണിത്.
സോ ഇതിൽ നമുക്ക് 2 സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്, ഡ്രോയർ. അതിൻ്റെ മുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്കിതിൽ അങ്ങനെയുള്ള സെറ്റ് ഓഫ് ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും. ആൻഡ് ഇവിടെ പ്രോട്ടോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 8-പിൻ സെർച്ച് പ്രൊട്ടക്ടറാണ് വാങ്ങിയിരുന്നത്. ഇതാണ് സെർച്ച് പ്രൊട്ടക്ടർ. ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് അല്ലെങ്കിൽ സെർച്ച് പ്രൊട്ടക്ടറിലാണ് നമ്മുടെ ഐഫോൺ, മാക്ക്, അതോടൊപ്പം ഈ TV, ആപ്പിൾ TV ഇതെല്ലാം പവർ ചെയ്യുന്നത് അതേ എന്നാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ, അതായത് ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രോയറിനകത്ത് നമ്മളുടെ ബാറ്ററി. ആൻഡ് കറൻ്റ്ലി ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കേസുകളും ഉണ്ട്. അത് അങ്ങനെ ഓരോ ദിവസങ്ങളിലും പല ദിവസങ്ങളും മാറി മാറി യൂസ് ചെയ്യും. ഇയർഫോൺസ് ഉണ്ട്, വയേർഡ്. പിന്നെ ഇത് പവർ ബാങ്ക് ആണ്, സ്നാപ്പ് വയർലെസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അടിപൊളി പവർ ബാങ്ക് ആണ്. ആൻഡ് ആപ്പിളിൻ്റെ തന്നെ കേബിൾസ്, നമ്മുടെ ക്യാമറ. ആൻഡ് ഇത് നമ്മളുടെ ട്രാവലിൽ കൊണ്ടുപോകുന്ന എസെൻഷ്യൽ ഐറ്റങ്ങൾ കൊണ്ടുപോകുന്ന നമ്മളുടെ ബാഗ്. ആൻഡ് ഇതിൻ്റെ താഴെ കുറച്ച് കേബിൾസ് ആണ്. ആൻഡ് ഇവിടെ നമ്മളുടെ കുറേ അധികം മറ്റുള്ള ആക്സസറീസ്, ഇതും ഈ അടുത്ത് കിട്ടിയതാണ്. ഇതും ടെസ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന കുറേ അധികം ആക്സസറീസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്താണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് വരുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ TCL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ, അതിൻ്റെ പേര് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ TV ആണ്, 43 ഇഞ്ച് TV ആണ്. ഇതിൽ നമ്മുടെ ആപ്പിൾ TV ആണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. കാരണം ആപ്പിൾ TV ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സ്മാർട്ട് TV ആണ്, QLED TV ആണ്. ഇതിൽ ഓൾറെഡി ആൻഡ്രോയിഡിൻ്റെ ഒരു OS ആയിരുന്നു, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് TV ആയിരുന്നു ബിൽറ്റ് ഇൻ വന്നിരുന്നത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല, ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ളത് നമ്മുടെ മറ്റൊരു വയർലെസ് ചാർജറാണ്. യൂണിജൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ മറ്റൊരു വയർലെസ് ചാർജറാണ്. ഇതിൽ നമുക്ക് 2-in-1 ചാർജറാണ്. എയർപോഡ്സ് ചാർജ് ചെയ്യാം, അതോടൊപ്പം നമ്മുടെ ഐഫോണും ചാർജ് ചെയ്യാം. ഇതിൽ നമ്മുടെ 12 mini ആണ്. ഇത് നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡാണ്. സ്റ്റാൻഡ് ബൈ മോഡിൽ നമ്മളങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് ഇവിടെ നമ്മളുടെ 2 റിമോട്ടുകൾ, TVയുടെയും ആപ്പിൾ TVയുടെയും. ആൻഡ് ഇത് നമ്മുടെ ഹോം ബോർഡാണ് നമ്മുടെ മെയിൻ സ്പീക്കർ. അതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ വീഡിയോ സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി തീരെ രാത്രിയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എയർപോഡ്സ് ജസ്റ്റ് പോപ്പപ്പ് ചെയ്താൽ എയർപോഡ്സ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ ട്രൈപോഡ്. ഇതിലാണ് നമ്മൾ ഹെഡ്സപ്പ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു ആംഗിളിൽ നിന്നാണ്. അപ്പം അതിന് വേണ്ടി ഫിക്സ് ആക്കി അവിടെ വെച്ചേക്കും. ചില സമയങ്ങളിൽ നമ്മളെടുത്ത് മാറ്റും. ആൻഡ് പിന്നെ മറ്റൊരു ട്രൈപോഡും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഓവർഹെഡ് ഷോട്ടൊക്കെ ചെയ്യാൻ ഇത് ഓൾറെഡി നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഷോട്ട് എടുക്കേണ്ട സമയത്ത് മാത്രം നമ്മളതങ്ങനെ സ്പ്രെഡ് ചെയ്ത് ടേബിളിലേക്ക് വെക്കും, അല്ലാത്ത സമയം സെപ്പറേറ്റ് ചെയ്യാൻ. കാരണം ഈ ഒരു മൂവ്മെൻറ്റ് ഒഴിവാക്കാനാണ്. കാരണം ഒന്നിൽ കൂടുതൽ ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടും ടൈം സേവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഒന്നിൽ കൂടുതൽ ട്രൈപോഡ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻറ്റയർ റൂം സെറ്റപ്പ് എന്ന് പറയുന്നത്. വളരെ ചെറിയ സ്പേസ് ആണ്. ആ റൂമിനകത്ത് വേണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ, നമ്മളുടെ വർക്ക്, എഡിറ്റിങ്, ഷൂട്ടിംഗ് ഡെസ്ക്, എൻ്റർടൈൻമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻറ്റയർ റൂം സെറ്റപ്പ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് Milan. Catch you guys next video. Till then, peace.